ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു സ്പെഷ്യൽ ബിരിയാണി റെസിപ്പിയുമായിട്ടാണ്. അറക്കൽ ബിരിയാണി റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ബിരിയാണിയുടെ പേരിൽ തന്നെയുണ്ട് ആ ഒരു ബിരിയാണിയുടെ സ്പെഷ്യാലിറ്റി. നല്ലൊരു റോയൽ ടച്ച് തരുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സിമ്പിളായിട്ടുള്ളൊരു ബിരിയാണിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാണാൻ നല്ല മൊഞ്ചുള്ളൊരു ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നമ്മുടെ ഐഷസ് കിച്ചൺ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ശരി, നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോവാം. ഞാനിപ്പോൾ ഇവിടെ 1 കിലോ ചിക്കൻ കൊണ്ടാണ് ഈ ഒരു ബിരിയാണി തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ചിക്കന് വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ ചെറുതായിട്ടൊന്ന് വരിഞ്ഞു കൊടുക്കുക കേട്ടോ. വല്ലാണ്ട് വരിയേണ്ട, അപ്പോൾ പിന്നെ ചിക്കന് വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടഞ്ഞു പോവും. അപ്പോൾ നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം വെള്ളമൊക്കെ നന്നായിട്ട് വാർത്തെടുത്തിട്ട് അതിലേക്ക് ചെറിയൊരു മാരിനേഷൻ കൊടുക്കാനുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മതി, കൂടുതലാവരുത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഏകദേശം ഒരു 1/4 to 1/2 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒട്ടും കൂടി പോകരുത് കേട്ടോ. കൂടി പോയിട്ടുണ്ടെങ്കിൽ ബിരിയാണിയുടെ കളർ തന്നെ മാറിപ്പോവും. പിന്നെ ഒരു 1/2 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ നിർബന്ധമില്ല കേട്ടോ. ഞാൻ പിന്നെ ചെറുതായിട്ടൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ചേർത്തുന്നേ ഉള്ളൂ. പിന്നെ ഗരം മസാലപ്പൊടി ഒരു 1/2 ടീസ്പൂണ്. പിന്നെ ചെറുനാരങ്ങയുടെ നീര് 1 ടീസ്പൂണ്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണ് തൈര്. അധികം പുളിയില്ലാത്ത തൈരാണ് ഞാനിപ്പോൾ ഇവിടെ ചേർത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഈ ഒരു ചിക്കന് മാരിനേറ്റ് ചെയ്തെടുക്കണം. നമ്മളിനി ബിരിയാണി മസാല റെഡിയാക്കുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ എക്സ്ട്രാ സ്പൈസ് പൗഡേഴ്സ് ഒന്നും ചേർക്കുന്നില്ല. എല്ലാം നമ്മൾ ചിക്കനിലോട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുറച്ച് നേരം ഇത് ഫ്രിഡ്ജിൽ വെക്കും മസാല റെഡിയാവുന്നവരെ. അപ്പോൾ ഇതിൽ ചിക്കനിൽ നല്ല ഫ്ലേവർഫുൾ ആവും, ചിക്കനിൽ നല്ല ഉപ്പും പുളിയൊക്കെ പിടിക്കും. അപ്പോൾ അതിന് വേണ്ടി നമ്മളിത് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്തിട്ട് നമ്മളിത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കാം. ഇനി അടുത്തായിട്ട് നമുക്ക് ബിരിയാണിയിലേക്കുള്ള ചോറൊന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ നെയ്ച്ചോറ് പോലെ ഉണ്ടാക്കിയിട്ട് ദമ്മിടുകയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ടൊരു പാൻ അവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് വെള്ളം ഞാൻ തിളപ്പിക്കാൻ വെക്കുന്നുണ്ട്. നമ്മൾ ചോറുണ്ടാക്കുമ്പം അതിലേക്ക് നല്ല തിളച്ച വെള്ളമാണ് വേണ്ടത്, സാധാ വെള്ളം ഒഴിക്കരുത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം അവിടെ തിളപ്പിക്കാൻ വെക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നമുക്ക് ചെറിയ അരിയാണ് വേണ്ടത്. ഇത് ഞാൻ ജീരകശാല റൈസാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഏത് ബ്രാൻഡാണെങ്കിലും ജീരകശാല റൈസ് വാങ്ങിക്കാൻ നോക്കാം. ഇവിടെ UAE ജീരകശാല റൈസ് എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ചെറിയ കുഞ്ഞരിയായിരിക്കും. നാട്ടിലാണെങ്കിൽ UTC, കൈമാരി അതൊക്കെ നല്ലതാണെന്ന് തോന്നുന്നു. UTC ഒക്കെയാണ് നാട്ടിൽ കൂടുതലായിട്ടും. ജോക്കർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബ്രാൻഡൊക്കെയാണ് നാട്ടിൽ യൂസ് ചെയ്യാറ്. ഇവിടെ ജീരകശാല റൈസ് യൂസ് ചെയ്യാം കേട്ടോ. ഇത് വയനാടൻ ജീരകശാല റൈസ് അങ്ങനെ എന്തോ എന്ന് തോന്നുന്നു. ബ്രാൻഡ് എനിക്ക് ഓർമ്മയില്ല. ഞാൻ കുറേ മുമ്പ് വാങ്ങിച്ചതുകൊണ്ട് തന്നെ പാക്കറ്റ് പൊട്ടിച്ചിട്ട് ടിന്നിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അരി. അപ്പോൾ ഇനി നമുക്ക് പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് നെയ്യും അതുപോലെ സൺഫ്ലവർ ഓയിലും ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് നെയ്യ് മാത്രം യൂസ് ചെയ്യാം, പക്ഷേ ഏറ്റവും ബെസ്റ്റ് രണ്ടും കൂടി ഈക്വലായിട്ട് എടുക്കുന്ന കേട്ടോ. അപ്പം കുറച്ച് മതി, ഒരുപാടൊന്നും വേണ്ട. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് 1 ടീസ്പൂണൊക്കെ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതും, പിന്നെ ഹോൾ സ്പൈസസ്, അതായത് ഗ്രാമ്പു, ഏലക്ക, പട്ട, അതൊക്കെ കുറേശ്ശെ ഒരു 2-3 ഇട്ട് കൊടുത്താൽ മതി. ഇട്ടിട്ടൊന്ന് വഴറ്റിയിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ അരി നല്ലോണം കഴുകി എടുത്തിട്ട് വെള്ളം ഒക്കെ ഡ്രെയിൻ ചെയ്തിട്ട് നമ്മളിതുപോലെ ഒന്ന് വറുത്തെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാൻ. അതുപോലെ തന്നെ അരി ഞാൻ പറയാൻ വിട്ടുപോയി, അരി ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടൊന്നുമില്ല. അരി കഴുകിയെടുത്തിട്ട് നല്ലോണം വെള്ളം ഡ്രെയിൻ ചെയ്തിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളത്തോട് കൂടിയിട്ട് നമ്മളിതിങ്ങനെ വറുത്തെടുക്കരുത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്ത പാടെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അപ്പം തന്നെ ഒന്ന് അടച്ചു വയ്ക്കുക. ഒരു 1 മിനിറ്റ് അടച്ചു വയ്ക്കുക. എന്നിട്ട് തുറന്നിട്ട് പിന്നെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 5-6 മിനിറ്റ് നമ്മളിതുപോലെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അതായത് ഈ അരിയിൽ വെള്ളം ഉണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ സമയം എടുക്കും നമ്മൾ വറുത്ത് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട്. അരിയിൽ വെള്ളം ഇല്ലെങ്കിൽ കുറച്ച് സമയം എടുക്കുള്ളൂ. അപ്പോൾ അത് ഞാൻ കറക്റ്റ് സമയം ഇപ്പോൾ പറയുന്നില്ല. എന്തായാലും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ വറുത്തെടുക്കുക. അപ്പോൾ ഇത് ആയിട്ടുണ്ടോ നോക്കൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിതുപോലെ ഇങ്ങനെ ഒരു സ്പൂൺ കൊണ്ടൊന്ന് കുറച്ച് അരി എടുത്തിട്ട് സ്പൂൺ കൊണ്ട് കോരി എടുത്തിട്ടുണ്ടെങ്കിൽ ആ സ്പൂണിൽ ഒട്ടി പിടിക്കുന്നില്ലെങ്കിൽ ഏകദേശം അത് വറവ് റെഡി ആയിട്ടുണ്ടെന്നാണ്. വല്ലാണ്ട് വറുത്തെടുക്കും വേണ്ട കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വറുത്തെടുക്കുക. അപ്പോൾ അത് ഇങ്ങനെ തട്ടി കൊടുക്കുന്ന സമയത്ത് അതിൽ അരി വല്ലാണ്ട് ഒട്ടി പിടിക്കുന്നില്ല. അപ്പം ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഒരു 6 മിനിറ്റൊക്കെ മതിയാകും കറക്റ്റ് പറയുവാണെങ്കിൽ. ഇനി നമുക്കതിലേക്ക്
നമ്മൾ തിളപ്പിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതിലേക്ക് എത്ര വെള്ളം ഒഴിക്കണം എന്നുള്ളതിൻ്റെ കണക്ക് പറഞ്ഞുതരാം. ഞാനിപ്പോൾ ഇവിടെ 5 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 7.5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതായത് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ളൊരു മെഷർമെൻറ്റിലാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും, അറിയാത്തവർക്കാണ് പറയുന്നത്. അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ വെക്കുക. നമ്മളിതുവരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടായിരുന്നു അരി വറുത്തെടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി അത് കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വെള്ളം ഒഴിച്ച ശേഷം നമ്മൾ ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലേ കറക്റ്റ് വേവിൽ കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് അപ്പുറത്തെ ഫ്ലെയിമിൽ നമുക്ക് മസാല വഴറ്റിയെടുക്കാനുണ്ട്. ഇനി നമുക്ക് സാധാരണ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്ന പോലെ തന്നെ ഒന്ന് മസാല റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് വേറൊരു വലിയൊരു പാത്രം എടുത്തിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ മറന്നുപോയി. അപ്പം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളിത് അടച്ച് വെക്കുക. വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ ഇത് നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ വെള്ളം വറ്റുന്നവരെ നമ്മളിത് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇടയ്ക്കൊന്ന് നോക്കണം കേട്ടോ വെള്ളം വറ്റിയിട്ടുണ്ടോയെന്നൊക്കെ. അപ്പോഴേക്ക് നമുക്ക് ഇതിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് സവാള ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഇത് ബിരിയാണി നമ്മൾ ലാസ്റ്റ് ഒന്ന് ഗാർണിഷിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഫ്രൈഡ് ഒണിയനാണ്. അപ്പോൾ ഇത് നിർബന്ധമില്ല, ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം, ഞാൻ ഫോട്ടോ ഭംഗിക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. എനിക്ക് പൊതുവേ ഇത് ഇഷ്ടമല്ല, ഇങ്ങനെ ഈ ഫ്രൈഡ് ഒണിയൻ നമ്മൾ ബിരിയാണിയിൽ കഴിക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ ചിലർക്കൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതുപോലെ കുറച്ചൊന്ന് ഫ്രൈ ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ശരിക്കുള്ള മസാല റെഡിയാക്കാൻ പോവുകയാണ്. അപ്പം ഓയിലിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണ് വലിയ ജീരകവും പിന്നെ കുറച്ച് പച്ചമുളക് നമ്മൾ എരിവിനനുസരിച്ചിട്ട് കൂടുതലോ കുറവൊക്കെ എടുക്കാം. എങ്ങനെയായാലും ഈ ഒരു സംഭവം നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്തെടുക്കുക. എന്നാൽ പ്രത്യേക ഒരു മണമായിരിക്കും നമ്മളെ ബിരിയാണിക്ക്. പിന്നെ കറിവേപ്പിലുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ച്. ഇനി അതിന് ശേഷം ഒന്ന് വഴറ്റിയെടുത്ത ശേഷം നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് ചേർത്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ ചേർക്കുന്ന സമയത്ത് വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അതൊക്കെ ചേർത്ത് കൊടുക്കാൻ കേട്ടോ. അല്ലെങ്കിൽ അടിയിൽ കരിഞ്ഞു പോവും, അടിഭാഗം പെട്ടെന്ന് മൂപ്പ് കൂടിപ്പോവും. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇതിൻ്റെ കളറൊന്ന് മാറും. അതുപോലെ തന്നെ ആ ഒരു പച്ചമണം ഉണ്ടല്ലോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ, അതൊന്ന് മാറിയ ശേഷം നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള 5 എണ്ണം സ്ലൈസ് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ബാക്കിയൊക്കെ നമ്മൾ ബിരിയാണി ചെയ്യുന്ന പോലെ തന്നെയാണ്, സാധാരണ നമ്മൾ ബിരിയാണി ഉണ്ടാക്കി എടുക്കുന്ന പോലെയാണ്. ഇതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മളിതിലേക്കുള്ള ചോറ് നെയ്ച്ചോറ് പോലെ ഉണ്ടാക്കിയെടുക്കുകയാണ്. ചോറ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കാനുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ആ സവാള ഒന്ന് നല്ല സോഫ്റ്റായിട്ട് വരട്ടെ. അപ്പോഴേക്കും നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ടോ നോക്കാം. നമ്മൾ സാധാരണ നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പം 1 കപ്പ് അരിയിലോട്ട് നമ്മൾ ഒരു 1.25-2 കപ്പൊക്കെ വെള്ളമാണ് എടുക്കൽ. അപ്പോൾ അത്രയും ഇതിലേക്ക് എടുക്കരുത്. അങ്ങനെ വരുമ്പം ചോറ് ഭയങ്കരമായിട്ട് വേവ് കൂടിപ്പോവും. ഇതിപ്പം നമ്മൾ വറുത്തെടുത്തുകൊണ്ട് തന്നെ വേവ് കൂടി പോവില്ല. അതുപോലെ തന്നെ ഒന്നിനോട് തൊടാണ്ട് നിൽക്കും. അതുപോലെ നമ്മളിതിലേക്ക് വെള്ളം ഒരു 1.5 കപ്പാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല കറക്റ്റ് വേവ് ആയിരിക്കും കേട്ടോ. ചെറിയൊരു കടിക്കുന്ന പോലെ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ദമ്മിടുന്ന സമയത്ത് അത് റെഡിയായി കിട്ടും. കണ്ടോ? അപ്പോൾ നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വയ്ക്കുക, തുറന്ന് വെക്കണം. തുറന്ന് വെച്ചാൽ ഒന്നുകൂടെ ഡ്രൈ ആയി പോവും. അപ്പോൾ അടച്ച് വയ്ക്കാം. അപ്പോൾ വെള്ളം കൂട്ടിയെടുക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. 1 കപ്പിന് 1.5 കപ്പ് വെള്ളം മാത്രം മതി. അപ്പോൾ നമ്മുടെ സവോള ഇവിടെ സോഫ്റ്റ് ആയിട്ടുണ്ടോ എന്ന് നോക്കാം. ആയിട്ടില്ല, കുറച്ചുകൂടെ ഒന്ന് റെഡിയായി കിട്ടാനുണ്ട്. ഇപ്പോൾ സവോളയുടെ കളറൊക്കെ മാറിയിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാൻ 5 സവോളയിലേക്ക് 3 തക്കാളി കേട്ടോ ചേർക്കുന്നത്. 3 ചെറിയ തക്കാളി കേട്ടോ, വലിയ തക്കാളി എടുക്കരുത്. ഇതാണ് കറക്റ്റ് മെഷർമെൻറ്റ് 1 കിലോ ചിക്കനിലേക്ക്. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി ഈ തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നോട്ടെ. അപ്പോൾ നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ തക്കാളിയൊക്കെ ഇപ്പോൾ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട് ഉടഞ്ഞിട്ടുണ്ട് എല്ലാതും. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുമ്പം ചിക്കനിലൊക്കെ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിതിലേക്ക് എക്സ്ട്രാ സ്പൈസ് പൗഡേഴ്സ് ഒന്നും ചേർക്കുന്നില്ല, ഇത് മാത്രം മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക.
പിന്നെ നമ്മൾ ഇതിലേക്ക് ആകെ 2 ടേബിൾ സ്പൂൺ തൈര് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പം നമ്മളിപ്പം 2 ടേബിൾ സ്പൂണും കൂടി എക്സ്ട്രാ ചേർത്ത് കൊടുക്കുകയാണ് ബിരിയാണി മസാലയിലോട്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ചിക്കനൊക്കെ നന്നായിട്ട് കുക്കാവണം കേട്ടോ. നമ്മൾ ചോറ് ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചിക്കൻ വല്ലാണ്ട് കുക്കാവാണ്ട് നമ്മൾ ദമ്മിടരുത്. ചിക്കൻ കുറച്ചൊന്ന് കുക്കായിക്കോട്ടെ. അപ്പോൾ ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ അടച്ച് വെച്ചപ്പോൾ കണ്ടോ വെള്ളമൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇനി ഈ വെള്ളമൊക്കെ നല്ലവണ്ണം ഡ്രൈ ആവണം. ഈ വെള്ളത്തോട് കൂടിയിട്ട് നമ്മൾ ദമ്മിടരുത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴും നമ്മൾ അരി ഓൾറെഡി കുക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് നേരം കുക്ക് ചെയ്യാനൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് ഡ്രൈ ആയിക്കോട്ടെ. ഇനി വേറൊരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക. കുറച്ച് മാത്രം മതി. നമുക്കിതെല്ലാം ഒന്ന് വറുത്തെടുക്കാനുള്ള നെയ്യാണ്. അപ്പോൾ ആദ്യം ഞാൻ അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് ഡെക്കറേഷനും ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഒരു ലെയർ നമ്മളിപ്പം ഈ ഒരു സംഭവം ചെയ്തെടുക്കുന്നത് ബിരിയാണി ദമ്മിടുന്ന സമയത്ത് ഓരോ ലെയറിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഓരോ ലെയറിൽ ഇട്ട് കൊടുക്കാനും കുറച്ച് മാറ്റി വയ്ക്കാം കേട്ടോ അണ്ടിപ്പരിപ്പും കിസ്മിസും. ഫ്ലെയിം കുറച്ചൊന്ന് കുറച്ച് വെക്കണം. എന്നിട്ട് നമുക്കിതിലേക്ക് ഏലക്ക, ഗ്രാമ്പൂ, പട്ട, ജാതിപത്രി ഇതെല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ മല്ലിയില, പുതിനയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. സാജീരകം ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഏലക്ക കുറച്ച് അധികം ചേർക്കുന്നുണ്ട്, എന്നാലേ നമ്മൾ ബിരിയാണിക്ക് നല്ലൊരു ഫ്ലേവറൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒന്നിട്ട് വഴറ്റിയെടുത്താൽ മതി, വല്ലാണ്ട് ഫ്രൈ ആക്കി എടുക്കുകയൊന്നും വേണ്ട. അപ്പോൾ ഇതാണ് നമ്മൾ ബിരിയാണി ദമ്മിടുമ്പോൾ ഓരോ ലെയറിൽ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അവിടെ മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ മസാല ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വല്ലാണ്ട് വെള്ളം ഇല്ലാണ്ടാക്കണ്ട, കുറച്ച് ഒരു ഗ്രേവി ഉണ്ടായിക്കോട്ടെ, എന്നാലേ നമ്മൾ ദമ്മിടുന്ന സമയത്ത് അടിയിൽ പിടിക്കാണ്ടിരിക്കുകയുള്ളൂ. അപ്പോൾ ചിക്കനൊക്കെ ഇപ്പം ഒരു 3/4 ഭാഗത്തോളം കുക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ദമ്മിടാം. അപ്പോൾ ആദ്യം നമ്മളിപ്പോൾ വറുത്ത് വെച്ചിട്ടുള്ള സംഭവം കുറച്ചൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്, നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ചോറ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചോറ് ഒന്ന് കുടഞ്ഞ് ഇട്ട് കൊടുക്കണം കേട്ടോ. കട്ടിയിൽ കട്ടായിട്ട് ഇട്ട് കൊടുക്കാണ്ട് കുടഞ്ഞ് ഇട്ട് കൊടുക്കുക. നമ്മൾ 2 ലെയറായിട്ടാണ് ഇപ്പം ഈ അരി ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഫ്ലെയിം വളരെ അധികം കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഫ്ലെയിം കൂട്ടിയിട്ട് നമ്മളിത് ദമ്മിടുന്ന സമയത്താകുമ്പോഴേക്കും അടിഭാഗം കരിഞ്ഞു പോകും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു ലെയർ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്, ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ മല്ലിയില, പുതിനയില, ഗ്രാമ്പൂ, ഏലക്ക എല്ലാം കൂടി ഉള്ളത് ഇട്ട് കൊടുക്കുക. കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ബാക്കിയുള്ള ചോറ് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. അങ്ങനെ 2 ലെയറായിട്ടാണ് ചോറ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ നെയ്യിൽ വറുത്തെടുത്തുകൊണ്ട് തന്നെ ചോറ് ഒന്നിനോട് തൊടാണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ബിരിയാണിയിലോട്ട് നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടാണ് ചോറ് ഉണ്ടാക്കുന്നതെങ്കിൽ, നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടുള്ള ചോറാണ് നമ്മൾ ബിരിയാണിയിലോട്ട് റെഡിയാക്കുന്നതെങ്കിൽ ഇതുപോലെ വറുത്തിട്ട് വേണം നെയ്ച്ചോറ് ഉണ്ടാക്കാൻ കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മൾ വീണ്ടും അതൊന്ന് ലെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഏറ്റവും ടോപ്പിലായിട്ട് കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സൺഫ്ലവർ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരു 1-2 ടീസ്പൂൺ ഓയിൽ മതി, ഒരുപാട് വേണ്ട. കാരണം നമ്മളിത് ചോറൊക്കെ നെയ്യിലൊക്കെ വറുത്തെടുത്തതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഓയിൽ ചേർക്കണ്ട. പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി സ്പ്രെഡ് ചെയ്തിട്ട് നമുക്കിത് ദമ്മിടണം. വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ദമ്മിടാൻ. 30 മിനിറ്റ് വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ ഇതുപോലെ സിൽവർ ഫോയിൽ വെച്ചിട്ട് ക്ലോസ് ചെയ്തിട്ട് അടുപ്പ് വെച്ചിട്ട് അടച്ചിട്ട് 30 മിനിറ്റ് കേട്ടോ. 30 മിനിറ്റ് ദമ്മിടുക. എന്നിട്ട് 30 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറക്കുക. അപ്പോൾ നല്ല കറക്റ്റായിട്ട് നമ്മുടെ ബിരിയാണിയൊക്കെ റെഡിയായി കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ 30 മിനിറ്റ് ദമ്മിട്ട് ഫ്ലെയിം ഓഫാക്കി അപ്പം തന്നെ തുറന്ന് നോക്കുകയാണ്. ശരിക്കും നമ്മൾ ദമ്മിട്ടിട്ട് കുറച്ച് നേരം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം അവിടെ വെക്കണം. എന്നാലേ ആ ഒരു ഇതൊക്കെ മസാലയും മണവും ഇതൊക്കെ എല്ലാം നന്നായിട്ട് അതിലിങ്ങനെ ഇറങ്ങി വരുള്ളൂ. അപ്പോൾ ഞാൻ അപ്പം തന്നെ തുറന്നിട്ടുണ്ട്, കാരണം നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാനുള്ളതല്ലേ. അപ്പോൾ ഇതാ നമ്മുടെ ചോറൊക്കെ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഇതൊന്ന് സെർവ് ചെയ്യുന്നുണ്ട്. വൈറ്റ് റൈസും വേറെ മാറ്റി വയ്ക്കുന്നുണ്ട്, കാരണം എല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മസാല ഇല്ലാത്ത ചോറ് പിന്നെ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നത്. പിന്നെ ഈ അറക്കൽ ബിരിയാണി എന്നുള്ളത് ഒരു കണ്ണൂർ സ്റ്റൈൽ ബിരിയാണിയാണ്. ഞാൻ ആദ്യമായിട്ട് ഈ അറക്കൽ ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നത് ദുബായിലുള്ള മലബാർ മക്ക എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ നിന്നാണ്. അപ്പം അവിടെ പോയപ്പോഴാണ് ഈ അറക്കൽ പാലസും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അറിഞ്ഞത്. അപ്പം മുമ്പത്തെ ഒരു വ്ളോഗിൽ ഞാനത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ അറക്കൽ ബിരിയാണി കഴിക്കുന്ന വീഡിയോ.
അപ്പോൾ എന്തായാലും എല്ലാവരും ഈ ഒരു ബിരിയാണി റെസിപ്പി തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. എന്താ പറയുക, നല്ല സിമ്പിളാണ് ഉണ്ടാക്കാൻ. അതുപോലെ തന്നെ ഈ ബിരിയാണി അരി തിളപ്പിച്ച് ഊറ്റിയെടുക്കേണ്ടതൊന്നും ആവശ്യം വരുന്നില്ല. നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ദമ്മിടുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരേപോലെ ഉണ്ടാക്കാൻ പറ്റുന്ന, ബാച്ചിലേഴ്സിന് വരെ ഒരേപോലെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഒന്ന് ഡെക്കറേഷനായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഫ്രൈഡ് ഓണിയനും അതുപോലെ അണ്ടിപ്പരിപ്പ്, കിസ്മിസ് ഇതെല്ലാം കൂടി ഒന്ന് ഡെക്കറേഷനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നാട്ടിലൊക്കെ ഈ കല്യാണ വീട്ടിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ പാത്രത്തിലിങ്ങനെ കമഴ്ത്തി വെക്കുന്ന ബിരിയാണി ഉണ്ടല്ലോ, അത് കാണാൻ തന്നെ നല്ല രസമാണ്, നമുക്ക് കഴിക്കാനും തോന്നും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ബിരിയാണി കഴിക്കുന്നത്. സാധാരണ നമ്മൾ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യുന്നതിലും ഇഷ്ടം ഇതുപോലെ ഒരു ബൗളിൽ ഇങ്ങനെ റെഡിയാക്കിയിട്ട് സെറ്റ് ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയൊന്ന് വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോഴേ നമുക്ക് കൂടുതൽ കഴിക്കാൻ തോന്നുക. അപ്പോൾ എന്തായാലും നാളെ വീക്കെൻഡാണ്. അതുപോലെ തന്നെ നാട്ടിലാണെങ്കിൽ ലോക്ക്ഡൗൺ ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ബിരിയാണിയൊക്കെ ഒരേപോലെ ഉണ്ടാക്കുന്നതിലും നമ്മൾക്ക് കുറച്ച് വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കുന്നതൊക്കെ എല്ലാവർക്കും ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ എന്തായാലും ഈ അറക്കൽ ബിരിയാണി എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. അതുപോലെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കാനും മറക്കരുത്. പിന്നെ ഞാൻ ബിരിയാണിയുടെ കൂടെ അച്ചാർ പിന്നെ ഓൾറെഡി ഇവിടെ ഉള്ളതാണ്. തൈര് ഉണ്ടാക്കിയിട്ടുണ്ട്. തൈര് സവാളയും പച്ചമുളകും ഉപ്പും കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതാണ്. പിന്നെ ഉള്ളി സുർക്ക, ഉള്ളി സ്ലൈസ് ചെയ്തതും പിന്നെ പച്ചമുളകും ഉപ്പ് വിനാഗിരി ഇതെല്ലാം കൂടി നന്നായിട്ട് കുഴച്ചെടുക്കുക. അതും പിന്നെ കുറച്ച് പായസം ഉണ്ടായിരുന്നു കേട്ടോ, എൻ്റെ ബർത്ത്ഡേ പായസമായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് നമ്മൾ ബിരിയാണി കഴിച്ചാലോ. പപ്പടം ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പേഴ്സണലി ഫ്രൈഡ് ഓണിയൻ, അതുപോലെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, ക്യാരറ്റ്, മല്ലിയില ഇതെല്ലാം നമ്മൾ ഈ ബിരിയാണിയിൽ ഒരുപാടൊന്നും ഇഷ്ടമല്ല. പക്ഷെ അതൊക്കെ ഇട്ട് കൊടുത്താലേ ആ ബിരിയാണിക്ക് അതിൻ്റേതായ മണവും രുചിയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പം ഒട്ടും ഇഷ്ടമില്ലാത്തവർ ഇട്ട് കൊടുക്കാണ്ടിരിക്കരുത്. അങ്ങനെ ഇട്ടാലേ നമുക്ക് ആ ഒരു ടേസ്റ്റും ഒക്കെ ഫ്ലേവറൊക്കെ നന്നായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അരി ഒന്നിനോട് തൊടാണ്ട് ഉള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബിരിയാണി റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കാം. അപ്പോൾ പുതിയൊരു വ്ളോഗുമായിട്ടോ വീഡിയോയുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ. താങ്ക് യു.